പോലീസിൽ പരാതി കൊടുക്കാന്നേ ഉള്ളൂ. അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. അവരും കൂടെ അറിഞ്ഞിട്ടാ ഇതൊക്കെ നടക്കണേ. നമ്മുടെ നാടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് അന്യനാട്ടിൽ വന്ന് കിടന്നിട്ട് തൽക്കാലം തടി രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി സമാധാനിക്കുക. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് ഒത്തു കിട്ടിയെന്നുള്ളത് രാമേട്ടൻ അറിയാലോ. ആ കരിയുംബായിയെ പറഞ്ഞാ മതി. ഇതുപോലൊരു തെരുവിൽ ഈ പിള്ളേരെ കൊണ്ട് താമസിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അയാൾക്ക്? നിങ്ങളും അന്വേഷിച്ചില്ല. വീട് കിട്ടാൻ വേണ്ടിയുള്ള ഇയാളുടെ ആവേശത്തിന്റെ വെപ്രാളത്തിന്റെ ഇടയിൽ ഞാനും അത് ഓർത്തില്ല. ഞാൻ ഇനി എന്ത് ചെയ്യണം രാമേട്ട? ഈ രാത്രി ഇനി ഒന്നും ചെയ്യാനില്ല. ഇവിടെ കിടന്ന് ഉറങ്ങുക. നേരം വെളുത്ത് കരീംബായോട് ആലോചിച്ച് എന്താ വേണ്ട വെച്ചാ ചെയ്യാം. शेर खान नीचे आओ। तुम इधर का बड़ा दादा होगा। ये गली से बच्चों से खेलो, हमारा पास नहीं खेलना। बहुत साल हो गया हम भी है मुंबई में। खबरदार, मेरा विष्णु और उसकी बीवी को परेशान किया, मैं तुम्हारी बोटी बोटी करके इसी खेली के कुत्तों को पे दूंगा। बम्बई तुम्हारा बाप का नहीं। साला तू ഒരു തെരുവ് റൗഡിയെ പേടിച്ച് ഞങ്ങൾക്ക് അവിടെ ജീവിക്കാതിരിക്കാൻ പറ്റുമോ? അനുഭവം കൊണ്ട് പറയാ, മുമ്പും മുമ്പും നോക്കാനില്ലാത്ത കാടന്മാരാണ് അവറ്റകള്. അതുപോലാണ് നീ. എന്ത് വന്നാലും ശരി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ പ്രായത്തിൽ വാശിയും വൈരാഗ്യം ഒക്കെ എല്ലാവർക്കും തോന്നും. ഇതുപോലുള്ള അരുതായ്മകൾ കണ്ട് എന്റെ ചോരയും ഒരുപാട് തിളച്ചിട്ടുണ്ട്. തിളച്ച് തിളച്ച് കുറെ കഴിയുമ്പോ ചോര താനെ തണുക്കും. തണുത്തേ പറ്റൂ. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പ. പക്ഷെ എന്റെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അരുന്ധതിയുടെ താലിമാല വരെ ഊരി വിറ്റിട്ട് അത്രയും വലിയ എമൗണ്ടിന് ഞാൻ വീട് വാടകയ്ക്കെടുത്ത്. എന്നിട്ട് ഒരു ദിവസമെങ്കിലും ഞങ്ങൾ മനസ്സമാനത്തോടെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ വിഷ്ണു, പോയതൊക്കെ പോട്ടെ, ജീവനെങ്കിലും ബാക്കിയുണ്ടല്ലോ. ഇപ്പൊ തോന്നണ അരിശത്തിന് എന്തിനെങ്കിലും ചാടി പുറപ്പെട്ടിട്ട് ഈ പെണ്ണിനെ കൂടി കണ്ണീർ ഒടിപ്പിക്കരുത്. ഞാൻ തല്ലാനും കൊല്ലാനും ഒന്നല്ല പോകുന്നത്. ഞങ്ങൾക്ക് ആ വീട്ടിൽ ജീവിക്കണം. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായാലും ഞാൻ അനുഭവിച്ചോളാന്ന്. അരുന്ധതി വാ. വിഷ്ണു, നീ സാഹസമൊന്നും കാണിക്കണ്ട. മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിക്കുന്ന നല്ലത്. രാമേട്ട പ്ലീസ്, ഈ ഒരു കാര്യത്തിൽ തടയരുത്. അടങ്ങ് മോനെ, വീട് വാരി നോക്കിക്കൂടെ? അവിടെയും ഇത് തന്നെ സംഭവിക്കില്ല. നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? വാ. എന്റെ വിഷ്ണു, ഞങ്ങൾ വിഷ്ണു എന്റെ വിഷ്ണു പറയട്ടെ. അവിടെ നിൽക്കാനാ പറഞ്ഞത്. കൂടി വന്ന അവര് ഞങ്ങളെ കൊല്ലും. കൊല്ലട്ടെന്ന് മാറി. വിഷ്ണു, ഇങ്ങനെ ആയാലും എന്താ ചെയ്യ? കരയണ്ട, എനിക്ക് വിശക്കുന്നു. കുറച്ച് കഞ്ഞി ഉണ്ടാക്ക്. എനിക്ക് പേടിയാവുന്നു. പറയുന്ന അനുസരിക്കാൻ.